മക്കളെ, ഓർഗാനിസം ആൻഡ് പോപ്പുലേഷൻ നോക്കണം. ഒരു 10-15 മിനിറ്റ് സാറെ കൂടെ ഒന്ന് നിന്നോ. ഇതൊന്നും ഒരു ജസ്റ്റ് ഓടിച്ച് നമുക്കൊന്ന് പോകാം. ഇതിൽ കുറേ സാധനങ്ങൾ കാണാൻ പഠിക്കേണ്ടതുണ്ട്. നല്ല കാണാപ്പാടുള്ള ചാപ്റ്ററാണ്. പക്ഷെ നോക്കിയിട്ട് പോയിക്കോ, ഒരു 5-6 മാർക്ക് സിമ്പിളായിട്ട് പടപടാ കിട്ടും. എടാ, പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ആ സാധനങ്ങൾ മാത്രം ഈ ഒരു വാക്കുണ്ട് ശ്രദ്ധിച്ചോ. പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് ഏതൊക്കെയാണെന്ന് ചോദിക്കാം പരീക്ഷയ്ക്ക്. ഇത്തവണത്തെ മാത്രം ഒരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് ഇത് കേട്ടോ. നോക്കിക്കോ, ബർത്ത് റേറ്റ്, ബർത്ത് എന്ന് മാത്രം എഴുതിയാലില്ല, ഡെത്ത് റേറ്റ്, സെക്സ് റേഷ്യോ, ഇതിനെയൊക്കെയാണ് നമ്മൾ പോപ്പുലേഷൻ അട്രിബ്യൂട്ട്സ് എന്ന് പറയും. ഇനി ഒരു ഗ്രാഫാണ് നോക്കാം, ഈ ഒരു പിരമിഡുകളാണ് നോക്കാനുള്ളത്. ഇത് എക്സ്പാൻഡിങ് ആണ്, കാരണം അടിയിൽ കൂടുതലാണ്. ഇത് സ്റ്റേബിൾ ആണ്, കാരണം അടിയിലും തൊട്ടുമുഖത്തും. അത് അടിയിൽ പറഞ്ഞാൽ പ്രീ റീപ്രൊഡക്റ്റീവ്, റീപ്രൊഡക്റ്റീവ്, പോസ്റ്റ് റീപ്രൊഡക്റ്റീവ് പഠിച്ചു വെച്ചു. ഇത് ഡിക്ലൈൻ ആണ്. ഡിക്ലൈൻ ആവാൻ കാരണം പ്രീ റീപ്രൊഡക്റ്റീവ് ഇല്ലേ, മഞ്ഞ അത് കുറവാണ്, ഭാവിയിൽ ഇതുണ്ടാവില്ല. ഓക്കെ, ഈ 3 ഹ്യൂമൻ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് പിരമിഡുകളും ആണിത്. ഒന്ന് പഠിച്ചു വെച്ചോ ഏതൊക്കെയാ പേര് മക്കളെ. പോപ്പുലേഷൻ ഡെൻസിറ്റി ആദ്യം പഠിക്കേണ്ടത്. പോപ്പുലേഷൻ ഡെൻസിറ്റിയുടെ ഈ താഴെ തന്ന ഇക്വേഷൻ സാറ് പറയുന്നു ഈ ചാപ്റ്ററിൽ ഈ സാധനം വന്നിരിക്കും. വെരി ഇമ്പോർട്ടൻറ്റ്, ഓൾറെഡി വന്ന് കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, എന്നാലും പഠിച്ചോ. ഈ ഒരു ഇക്വേഷൻ നേരെ ഒന്ന് ആദ്യം കാണാതെ പഠിക്കുക. ഇനി നോക്ക്, പോപ്പുലേഷൻ ഡെൻസിറ്റി കൂട്ടുന്ന പ്ലസ്സുകൾ ഏതൊക്കെയാണ്? ഇമിഗ്രേഷൻ, പുറത്തുനിന്ന് വരിക. നേറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ ബർത്ത്, അതിൻ്റെ ഷോർട്ട് ഫോം നോക്കിയാൽ ബി ആണ് കേട്ടോ, ബർത്താണ് നേറ്റാലിറ്റി. പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കുന്നത് മരണം, മോർട്ടാലിറ്റി, ഡി ആണ്, ഡെത്ത് ആണ്, ഡെത്ത്. എമിഗ്രേഷൻ, ഈ നാട് വിട്ട് പോവുക. നോട്ട് ചെയ്തോ എടാ മക്കളെ. നെക്സ്റ്റ് ഗ്രോത്ത് മോഡലിൻ്റെ 2 ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. എക്സ്പൊണൻഷ്യൽ ഗ്രോത്തും ഉണ്ട്, ലോജിസ്റ്റിക് ഗ്രോത്തും ഉണ്ട്. ചെയ്യേണ്ടത് ഇങ്ങനെ കുത്തനെ പോകേണ്ട ഏതാണ് ഗ്രോത്തിൻ്റെ പേര്? എക്സ്പൊണൻഷ്യൽ. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. ഇങ്ങനെ സ്റ്റേബിളായി കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റേബിൾ ആയത് ലോജിസ്റ്റിക് ഗ്രോത്ത്. വേൾഡ് ഹോസ്റ്റ്, പേൾ ലോജിസ്റ്റിക് ഗ്രോത്ത് എന്നൊക്കെ അതിന് പറയും. ലോജിസ്റ്റിക് ഗ്രോത്ത്, അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി ചെയ്യേണ്ടത് ഇതിൽ കെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. കെ എന്താന്ന് ചോദിച്ചാൽ ക്യാരിയിങ് കപ്പാസിറ്റി ആണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്യാരിയിങ് കപ്പാസിറ്റി ഇത്തവണ അതേ വരുള്ളൂ മക്കളെ. എന്താ നോക്കിക്കോ, കെ എന്താ നോക്കിക്കോ, ക്യാരിയിങ് കപ്പാസിറ്റി. ഓക്കെ, ഇതിൽ ഇത്ര മാത്രം എൻ്റെ മക്കളൊന്ന് നോക്കി വെച്ച് പോയിക്കും. നെക്സ്റ്റ് എടാ, ഈ ചാപ്റ്ററിൻ്റെ മർമ്മത്തിലേക്ക് നമ്മളൊന്ന് കടന്നു കഴിഞ്ഞാൽ ഇൻ്ററാക്ഷൻസ് പഠിക്കാം. എല്ലാവർക്കും ഈ സംഭവം എന്തൊക്കെയാണെന്ന് അറിയാം. 2 സ്പീഷീസ് തമ്മിലുള്ള ബന്ധങ്ങളാണ്. 2 പേർക്കും പോസിറ്റീവ് കിട്ടുകയാണെങ്കിൽ മ്യൂച്വലിസം, 2 പേർക്കും നെഗറ്റീവ് ആണെങ്കിൽ കോമ്പറ്റീഷൻ, യുദ്ധം. ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് നെഗറ്റീവ്, അങ്ങനെ 2 ഉണ്ട്. പ്രിഡേഷനും ഉണ്ട്, പാരസൈറ്റുകളും ഉണ്ട്. നെക്സ്റ്റ് ഒരാൾക്ക് പോസിറ്റീവ് ഒരാൾക്ക് 0, ദാറ്റ് ഈസ് കമൻസാലിസം. അത് ശ്രദ്ധിച്ചു. ഒരാൾക്ക് നെഗറ്റീവ് ഒരാൾക്ക് 0, അമൻസാലിസം. എടാ നോട്ട് ചെയ്തോ, അമൻസാലിസം 1 മാർക്കിന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഇതിൽ ഓരോന്നിലും വളരെ കുറഞ്ഞ സംഭവങ്ങളൊന്ന് പഠിക്കാം. പ്രിഡേഷൻ, നിങ്ങൾക്ക് അറിയാം എന്താ പ്രിഡേഷൻ? എടാ, പുലി മാനിനെ പിടിക്കുക, അത് പ്രിഡേഷനാണ് അല്ലേ, ഇര പിടിക്കുക. അതിൽ ഓസ്ട്രേലിയയിൽ നടന്നൊരു സംഭവമാണ്. ഞങ്ങൾ ഓസ്ട്രേലിയക്കാരെല്ലാവരും കൂടി കാക്ടസ് നട്ടു. കുറേ ഉണ്ടാവട്ടെ, കുറേ കുടുങ്ങിപ്പോയി. ഈ പണ്ടാരം നിൽക്കണില്ല, എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് നടക്കുന്നിടത്ത് ഇരിക്കുന്നിടത്തും വരെ കാക്ടസ് ആയിപ്പോയി. റോട്ട് വരെ എല്ലായിടത്തും കാക്ടസ്. അപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നു, അതിനെ കൺട്രോൾ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുവന്നു കാക്ടസ് ഫീഡിങ് മോത്ത്. കാക്ടസിനെ തിന്നുന്ന ഒരു ഇൻസെക്റ്റിനെ ഞങ്ങൾ കൊണ്ടുവന്നു. ഇൻസെക്റ്റ് അവിടെയുള്ള കാക്ടസിനെ മുഴുവൻ തിന്നു തീർത്തു. പിന്നെ ഇൻസെക്റ്റിനെ കൊല്ലാൻ ഞങ്ങൾ അടങ്ങറായി. ഓട്ടെ എടാ, ഡിഫൻസ് മെക്കാനിസം ഓഫ് പ്രേ പറ. പുലി പിടിക്കാൻ വരുമ്പോൾ മാൻ എന്ത് ചെയ്യും? നിന്ന് കൊടുക്കും. ആണോ? നോ. മാനിന് കുറേ മെക്കാനിസം ഉണ്ടല്ലേ, ഓട്ടം കാര്യങ്ങളൊക്കെ. അതേപോലത്തെ കുറേ മെക്കാനിസം. ക്യാമോഫ്ലേജ്, കളർ മാറുക അല്ലേ, കളർ ചേഞ്ച് ചെയ്യാം. പിന്നെ മൊണാർക്ക് ബട്ടർഫ്ലൈ ഉണ്ട്, ബട്ടർഫ്ലൈ ആണ്. അതൊരു പോയ്സൺ, അത് ഒരു വൃത്തിയായിട്ട് ടേസ്റ്റാണ്, ഭയങ്കര വൃത്തിയായിട്ട് ടേസ്റ്റ് ആയിരിക്കും. അത് നമ്മളെ ബേർഡ്സിന് ടേസ്റ്റും ഇഷ്ടമല്ല, പിന്നെ ബേർഡ്സിനെ കൊല്ലാനും അങ്ങനെയൊക്കെ സഹായിക്കും. ഓക്കെ, ഡിസ്റ്റേസ്റ്റ്ഫുള്ളാണ് മൊണാർക്ക് ബട്ടർഫ്ലൈ. കില്ലെന്ന് പഠിക്കണമെന്നില്ല, അത് ഭയങ്കര ടേസ്റ്റ്, ഭയങ്കര വൃത്തിയാണ്. അപ്പോൾ ആ ബട്ടർഫ്ലൈനെ പിന്നെ തിന്നുമ്പോൾ ടേസ്റ്റ് ഇല്ല, പിന്നെ തിന്നു നമ്മൾ ഇല്ല, അത്ര തന്നെ. മൊണാർക്ക് ബട്ടർഫ്ലൈ നോട്ട് ചെയ്ത് വെച്ചോ, ആ പേരാണ് കിട്ടേണ്ടത്. ഒരു പോയ്സൺ റിലീസ് ചെയ്യും. നെക്സ്റ്റ് കാക്ടസിലുള്ള മുള്ള്, തോൺസ് മുള്ള്. അതേപോലെ തന്നെ കെലോട്രോപ്പിസ്, +1 നിങ്ങൾ പഠിച്ചതാണ്. അതിലൊരു പോയ്സൺ സാധനം ഉണ്ട്, അതിൻ്റെ പേരാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. പോയ്സൺ ആണ്, ശ്രദ്ധിച്ചു. കെലോട്രോപ്പിസ് ഉണ്ടാക്കുന്നതാണ് കാർഡിയാക് ഗ്ലൈക്കോസൈഡ്, പോയ്സൺ ആണ്, പക്ഷെ ഒന്നും തിന്നൂല. നെക്സ്റ്റ് കോമ്പറ്റീഷൻ, തമ്മിലടി. എടാ നോക്ക്, അങ്ങനെ അടി ഉണ്ടാക്കണേ. വെള്ളത്തിലുള്ള സൂ പ്ലാങ്ക്ടൺ നമ്മൾ എക്കോസിസ്റ്റത്തിൽ പഠിക്കുന്നുണ്ട്. അവരെ കഴിക്കാൻ വേണ്ടി 2 പേര് തല്ലുണ്ടാക്കും. ഫ്ലമിംഗോസും ഫിഷും തല്ലുണ്ടാക്കും. അതേപോലെ തന്നെ നമ്മളെ
ഐലൻഡിലൊക്കെ ഗ്രാസ് പുല്ലും ഇതൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് അബിങ്ടൺ ടോട്ടോയ്സും അവിടെയുള്ള ഗോട്ടും അവർ തമ്മിൽ തല്ലുണ്ടാക്കാറുണ്ട്. രണ്ടുപേർക്കും നഷ്ടക്കച്ചവടം തന്നെയാണ്. ഇതിനെക്കുറിച്ച് ഒരു സംഭവമുണ്ട്, കോമ്പറ്റീറ്റീവ് റിലീസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതെച്ചാൽ കാര്യം കേട്ടോ കോമ്പറ്റീറ്റീവ് റിലീസ് രണ്ടുപേരും അടിയുണ്ടാക്കി, ആരാണോ ചെറുത് ഓൻ തോറ്റുപോയി. ഞാനും എൻ്റെ ബ്രദറും അടിയുണ്ടാക്കാറുണ്ട്, സ്ഥിരമാണ്, ഡെയിലി ഒന്നിരാടം എന്തായാലും ഞങ്ങൾ 2 അനിയന്മാരുണ്ട്, രണ്ടാളും തല്ലുണ്ടാക്കും. ആര് തോൽക്കും, അതിൽ ആരാണോ വീക്ക് ഒരു തോൽക്കും. എൻ്റെ അനിയൻ ജിമ്മിന് പോകുന്നുണ്ട്, നിങ്ങൾ ആലോചിച്ചോ ആര് തോൽക്കുന്നു. കോമ്പറ്റീറ്റീവ് റിലീസ്, ഇൻഫീരിയർ വിൽ റിമൂവ്, ചെറിയ ആളില്ലാണ്ടായി പോകും. ദാറ്റ് ഈസ് അതിൻ്റെ എക്സാമ്പിളാണ് ഇത്. നിങ്ങൾ പറയണേ ബലാനസും ചതാമലസും എന്ന് പറഞ്ഞ 2 ജീവികളുണ്ട്. വാട്ടറിൽ കാണാനാണ് ബലാനസും ചതാമലസും. ബലാനസ് സുപ്പീരിയർ ആണ്, ചതാമലസ് ഇൻഫീരിയർ ആണ്. പറ ആരില്ലാണ്ടായി പോയിട്ടുണ്ടാവും? യെസ്, അതന്നെ. ഇനി ഒരാളുടെ പ്രിൻസിപ്പിളാണ് ഗോസീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. അയാൾ പറഞ്ഞത് സത്യമാണ്. ഗോസ് പറഞ്ഞത് 2 പേര് ഒരേപോലുള്ള 2 പേർ തല്ലുണ്ടാക്കുകയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് ജീവിതം മുന്നോട്ട് ബുദ്ധിമുട്ടാണ്. ഞാനും എൻ്റെ അനിയന്മാരും എൻ്റെ വീട്ടിൽ നല്ലോണം തല്ലുണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് കോംപ്രമൈസ് ചെയ്ത് പോകുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ദാറ്റ് ഈസ് കനോട്ട് കോ എക്സിസ്റ്റ്. ഒരുമിച്ച് ജീവിതം മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതിനെതിരെ പറഞ്ഞ ആളാണ് ഞങ്ങളുടെ നേതാവ് മാക്ആർതർ. അയാൾ പ്രൂവ് ചെയ്തു അവർക്ക് കോ എക്സിസ്റ്റ് ചെയ്യാം. അതിന് അയാൾ ഉപയോഗിച്ചത് 5 വാർബലേഴ്സിനെയാണ് അയാൾ ഉപയോഗിച്ചത്. അതിനുപയോഗിച്ച് അയാൾ പറഞ്ഞു കോ എക്സിസ്റ്റ് ചെയ്യാമെന്ന്. ഓക്കെ, ജസ്റ്റ് ആ ടേംസും കാര്യങ്ങളും മാത്രം പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവും. എടാ, പാരസൈറ്റുകൾക്ക് പല അഡാപ്റ്റേഷൻ ഉണ്ട്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി ഇമ്പോർട്ടൻറ്റ്. പാരസൈറ്റുകളുടെ അഡാപ്റ്റേഷൻസ് പഠിച്ചു വെച്ചോ. ലോസ് ഓഫ് സെൻസ് ഓർഗൻസ് ഒക്കെ നല്ല കുറവായിരിക്കും. ലോസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടാവില്ല, പക്ഷേ ഹൈ റീപ്രൊഡക്ഷൻ ബാക്കിയെല്ലാം ഇല്ലാണ്ടായി, പക്ഷേ ഹൈ റീപ്രൊഡക്ഷൻ. എൻഡോ പാരസൈറ്റ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. വാക്ക് തന്നെ എല്ലാവർക്കും അറിയാം. എൻഡോ ശരീരത്തിന് ഉള്ളിൽ ജീവിക്കുന്നവർ, എക്ടോ പാരസൈറ്റ് പുറത്ത് ജീവിക്കുന്നവർ. പേൻ എവിടെ ജീവിക്കും? എക്ടോ. എക്സാമ്പിൾസ് നോക്കിയോ? ലൈസ് ഓൺ ഹ്യൂമൻ, പേന്. ടിക്സ് ഓൺ ഡോഗ്, പട്ടിയുടെ മേത്തുന്ന ഒരു ചെള്ളു പോലത്തെ ഒരു സാധനമല്ലേ അത്. പിന്നെ കസ്ക്യൂട്ട ഓൺ ഹെഡ്ജ് പ്ലാന്റ്സ്, നമ്മൾ ഈ വീട്ടിലൊക്കെ ഗാർഡനിങ്ങിൽ ഇങ്ങനെ ഒരു ബുഷ് പോലത്തെ ഒരു പ്ലാന്റ് വെക്കില്ല, അതിലൊക്കെ കസ്ക്യൂട്ട എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വന്ന് ജീവിക്കും. അതൊക്കെ എക്ടോ പാരസൈറ്റ് ആണ്. ഒരു പാരസൈറ്റിസത്തിന് അടുത്തൊരു പാരസൈറ്റിസം ആണ് ബ്രൂഡ് പാരസൈറ്റിസം. വെരി ഇമ്പോർട്ടൻറ്റ്. ബ്രൂഡ് പാരസൈറ്റിസം എല്ലാവർക്കും അറിയാം. കാക്കൻ്റെ കൂട്ടിൽ ആര് മുട്ടയിടും? കുയിൽ അല്ലേ? അതാണ് സംഭവം. കുക്കു ലേ എഗ് ഓൺ ക്രോ നെസ്റ്റ്. ഓക്കെ, കാക്ക പാവം, കാക്കൻ്റെ മുട്ടയുടെ അതേപോലെ ഉണ്ടാവും. ഓക്കെ, പക്ഷെ വിരിഞ്ഞ് വരുമ്പോഴാവും മനസ്സിലാവുക അത് കുയിലിൻ്റെ കുട്ടിയാണ്. നെക്സ്റ്റ്, കമൻസാലിസം. ഒരാൾക്ക് ഉപയോഗം മറ്റാൾക്ക് 0. പറയടാ, ഓർക്കിഡ് മാംഗോ ട്രീയിൽ വളരുന്നത്. മാംഗോ ട്രീക്ക് ഒരു പ്രശ്നമില്ല, പക്ഷെ ഓർക്കിഡിന് വളരാലോ. നെക്സ്റ്റ്, ബാർനക്കിൾസ് ഓൺ വെയിൽ. മക്കളെ, തിമീങ്കലത്തിൻ്റെ മേത്തിങ്ങനെ ചെറിയൊരു കുത്ത് നമ്മളിങ്ങനെ ടി വിയിലൊക്കെ കാണാം അല്ലേ, ഫോണിലൊക്കെ കാണുമ്പോൾ വീഡിയോസിലുണ്ടാവും, ചെറിയ ചെള്ളു പോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതാണ് ബാർനക്കിൾസ്. കാറ്റിൽ ഇഗ്രറ്റ് ഓൺ കാറ്റിൽ, അതായത് ഈ പശുല്ലേ മേയുന്ന സമയത്തൊക്കെ അവിടെ ഒരു കൊക്ക് പോലത്തെ ഒരു സാധനം വന്ന് നിൽക്കും. പശു മേഞ്ഞ് കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റ് ഒക്കെ പറക്കൂലേ, ഇൻസെക്റ്റിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് പശുവിന് വലിയ ഉപയോഗമൊന്നുമില്ല. ഓക്കെ, ആ പുല്ലിങ്ങനെ പശു തിന്നുകയാണല്ലോ, അത്രേ ഉള്ളൂ, പശുവിന് ഇതിനെ കൊണ്ട് ഉപയോഗമില്ല. നെക്സ്റ്റ്, ക്ലോൺ ഫിഷ് ഓൺ സീ അനിമോൺ എന്ന് പറയുന്ന ജീവിയുണ്ട്. നമ്മൾ +1 ആനിമൽ കിങ്ഡത്തിലൊക്കെ പഠിച്ചിട്ടുണ്ട് സീ അനിമോൺ. അതിൻ്റെ മേലെ ക്ലോൺ ഫിഷ് ജീവിക്കും. എന്തിനാ വെച്ചാൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ക്ലോൺ ഫിഷിന് ആരും അറ്റാക്ക് ചെയ്യൂല, കാരണം സീ അനിമോൺ ഉണ്ടല്ലോ അല്ലേ. പക്ഷേ സീ അനിമോൺ ആയതുകൊണ്ട് വലിയ ഉപയോഗം അതൊന്നുമില്ല. നെക്സ്റ്റ് ആണ് മക്കളെ മ്യൂച്വലിസം, ലാസ്റ്റ് ഏരിയ ആണ്. എടാ, നമുക്കറിയുന്ന ആൾക്കാരാണ് ലൈക്കൻസ്, അതൊന്നും ഇനി പറഞ്ഞേണ്ട ആവശ്യമില്ല. ഫംഗസ് ആൽഗെ അല്ലേ. മൈക്കോറൈസ പ്ലാന്റിൻ്റെ റൂട്ടുമായിട്ടുള്ള അസോസിയേഷൻ അല്ലേ ഫംഗസിൻ്റെ. നെക്സ്റ്റ് ആണ് ഫിഗും വാസ്പും, അത്തിപ്പഴം. ഫിഗും വാസ്പും ഒക്കെ മ്യൂച്വലിസത്തിൽ വരുന്നതാണ്. നെക്സ്റ്റ് ആണ് ഓർക്കിഡും ബീസും ഉള്ളൊരു ബന്ധം. ഓർക്കിഡിൻ്റെ ഒരു വെറൈറ്റിയാണ് ഒഫ്രിസ്, മെഡിറ്ററേനിയൻ വെറൈറ്റി ആട്ടോ ഓഫ്രിസ് ഓർക്കിഡ്. അതും ബീസും തമ്മിലൊരു പരിപാടി ഉണ്ട്, സെക്ഷുവൽ ഡെസിറ്റ്, അതായത് സ്യൂഡോ കോപ്പുലേഷൻ. എന്താണെന്ന് കേട്ടോ, ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓർക്കിഡ് ഇല്ലേ, ഓർക്കിഡ് അതിൻ്റെ ഒരു പെറ്റലുണ്ട്, പെറ്റലില്ലേ പെറ്റലുണ്ട്. ഈ പെറ്റൽ ഫീമെയിൽ ബീൻ്റെ അതേപോലെ ഉണ്ടാവും, പെൺ ബീൻ്റെ അതേപോലെ ഉണ്ടാവും. മെയിൽ ബീ പാറി നടക്കുമ്പോൾ ഇത് കാണും. അണ്ണൻ ഓടി വരും, സെക്ഷൽ പരിപാടികൾ നടത്തും. അതോടുകൂടിയിട്ട് ആ പ്ലാന്റിൻ്റെ ഓർക്കിഡില്ലേ അതിൻ്റെ പോളൻ ഗ്രെയിൻസ് ഒക്കെ ഇവൻ്റെ ശരീരത്തിലാവും. ഈ ബി അടുത്ത സ്ഥലത്ത് ചെല്ലും, അടുത്തൊരു സ്ഥലത്ത് ഇതേ പരിപാടി വരുമ്പോൾ പോളൻ ഗ്രെയിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കിട്ടും. അപ്പോൾ ഓർക്കിഡിന് ഉപകാരമായില്ലേ. ബീക്ക് എന്താണ് ഇതുകൊണ്ട് ഉപകാരം? അതിനൊരു നടന്നില്ലേ, അത് തന്നെ, രണ്ടുപേർക്കും ഉപകാരം. പക്ഷേ ഇതൊരു പറ്റിക്കൽ പരിപാടിയാണ്, സെക്ഷൽ ഡെസിറ്റ്. സ്യൂഡോ ഫാൾസ് ആണ്, ഫാൾസ് കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ സെക്ഷൽ. ഓക്കെ, സ്യൂഡോ കോപ്പുലേഷൻ.
മതി മക്കളെ. ഇത്രയും ഓർഗാനിസം പോപ്പുലേഷൻ നിങ്ങളൊന്ന് സ്പീഡാക്കി നോക്കിയാൽ മതി. ഈ കണ്ടന്റുകൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, സെറ്റ്.